ഹായ്, എല്ലാവർക്കും എൻ്റെ രുചിക്കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് കണ്ണൂർ പറശ്ശിനിക്കടവിലുള്ള മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് ഒരു യാത്ര പോയാലും. നമ്മൾക്ക് ഇവിടുന്ന് യാത്ര പോകുമ്പോൾ നമുക്ക് ട്രെയിനിൽ പോയാലും അവിടുന്ന് ബസ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അമ്പലത്തിനടുത്ത് വരെ ബസ് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ കാറിൽ പോകുന്നവർക്കാണെങ്കിലും അവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. ഞങ്ങളവിടെ താമസിച്ചത് പറശ്ശിനിക്കടവ് കുമാർസിലാണ് ഞങ്ങൾ താമസിച്ചത്. വളരെ വെടുപ്പും വൃത്തിയുമുള്ള ഹോട്ടലായിരുന്നു. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തുകകളെ അവരുള്ളൂ. നേരത്തെ അഡ്വാൻസ് ഒന്നും അവർ ചോദിക്കുകയില്ല. പിന്നെ അതിൻ്റെ താഴെ തന്നെ എല്ലാ ആഹാര സാധനം നമുക്ക് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. വളരെ നല്ല സ്റ്റാഫാണ്. എല്ലാ തരത്തിലും നല്ലൊരു ഹോട്ടലായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റേ ഉള്ളൂ അമ്പലത്തിലേക്ക് ഇറങ്ങി പോകാനായിട്ട്. അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വലിയ അമ്പലമൊന്നുമല്ല, ചെറിയൊരു അമ്പലമാണ്. സ്വർണ്ണ തകിടുകൾ ആവരണം ചെയ്ത ഒരു ചെറിയ അമ്പലങ്ങളാണ്. അവിടെ രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവധി ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ അവിടെ ഭയങ്കര റഷാണ്. നമുക്കവിടെ നിൽക്കാൻ പോലുമുള്ള സൗകര്യം അവിടെ കിട്ടുകയില്ല. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് അവിടെ എത്തിയത്. വെള്ളിയാഴ്ച ഞങ്ങൾ രാവിലെ അവിടെ എത്തി. ഉടനെ തന്നെ കുളി കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ വെള്ളാട്ടമുണ്ട്. വെള്ളാട്ടത്തിന് ആദ്യമായിട്ടാണ് അത് കാണുന്നത്. 2 തെയ്യങ്ങളാണ് അവിടെ കെട്ടിയാടുന്നത്. ഒന്ന് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും 2 തെയ്യങ്ങളെ സങ്കല്പിച്ചിട്ടാണ് അവർ അതാടുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾക്ക് അവരുടെ ആ നൃത്തങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ലൈൻ നിന്നിട്ട് മുത്തപ്പനോട് നമ്മളുടെ കാര്യങ്ങളും സങ്കടങ്ങളും നമുക്ക് പറയാം. അതിന് വേണ്ട പരിഹാരങ്ങളും മുത്തപ്പൻ നമ്മൾക്ക് പറഞ്ഞു തരും. പിന്നെ വൈകിട്ടും അതുപോലെയാണ്. 5 മണിയാകുന്ന തൊട്ട് 5:30 തൊട്ട് 8 മണി വരെ, ചിലപ്പോൾ അത് 10 മണി വരെ നീണ്ടുപോകും. ആ സമയത്ത് നമ്മൾക്ക് പോയി ദർശനം നൽകിയ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ 2 വട്ടം പോയി. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസവും രാവിലെ അവിടെ പോയി. അപ്പോൾ ഞങ്ങളുടെ കണക്കായിട്ട് ഞങ്ങളവിടെ വെള്ളാട്ടം നടത്തി അന്നദാനത്തിന് നൽകി. അതിനുശേഷം നമ്മളിപ്പോൾ അകത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ അവരെ നമുക്ക് അവിടെ സൈഡിലായിട്ട് എപ്പോഴും നമ്മൾക്ക് 8 മണി വരെ, രാവിലെ മുതൽ വൈകിട്ട് 8 മണി വരെ ചായയും പയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും നമ്മൾക്ക് തരും. അത് കഴിച്ചിട്ട് നമുക്ക് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം. അമ്പലത്തിൻ്റെ മുൻവശത്ത് വലിയ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കാലും കൈയും എല്ലാം കഴുകിയതിന് ശേഷം നമ്മൾ വാതിൽക്കൽ കൂടെ അമ്പലത്തിലേക്ക് പ്രവേശിക്കാം. അമ്പലത്തിൽ പ്രവേശിച്ചാൽ അവിടെ ചെറിയൊരമ്പലമാണ്. അവിടെ 2 വിഗ്രഹങ്ങളാണുള്ളത്. അവിടെ ആദ്യമായി നമ്മൾ ചെല്ലുമ്പോൾ 2 പട്ടികളുടെ പ്രതിമ ഇങ്ങനെ അവിടെ വെച്ചിരിക്കുന്നതായി നമ്മൾക്ക് കാണാം. അത് അവിടുത്തെ ഒരു പ്രധാന ഇതാണ്. എപ്പോഴും നമ്മളുടെ കൂടെ നമ്മളെ അനുയായികളായി നമ്മളെ കൊണ്ട് നടക്കുന്നത് അവരാണ്. പിന്നെ അകത്ത് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പ്രതിമകളുണ്ട്. അവിടെ നമ്മൾ വണങ്ങിയതിന് ശേഷം നമ്മൾക്ക് അവിടെ ഭസ്മം പ്രസാദമായി തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനായി നിന്നിട്ട് മുത്തപ്പനെ അനുഗ്രഹിക്കുന്ന ആ സമയത്ത് നമ്മൾക്ക് മുത്തപ്പനോട് നമ്മുടെ കാര്യങ്ങൾ പറയുകയും നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും മുത്തപ്പൻ ചെയ്യും. വെള്ളാട്ടം അവിടുത്തെ പ്രധാന വഴിപാടാണ്. 1600 രൂപ, നേരത്തെയും 1600 ഇപ്പോഴും അത് കൂട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ആ വഴിപാട് നമ്മൾ നടത്തിയാൽ നമ്മുടെ പേരിലായിരിക്കും രാവിലെ അതവിടെ നടത്തുന്നത്. ഞങ്ങൾ ആ വഴിപാട് നടത്തി. ആ വഴിപാട് നടത്തുന്നവരെ അവർ വെറ്റയിൽ നമ്മൾക്ക് പ്രസാദം തരും. ആ പ്രസാദം നമ്മൾ കൈപ്പറ്റിയ ശേഷം നമ്മൾക്ക് പുറകെ കൂടെ തന്നെ മുത്തപ്പനെ നേരിട്ട് കുറച്ച് സമയം നമ്മൾക്ക് കൂടുതലായി കിട്ടും. കാരണം നമ്മൾ ആ വഴിപാട് നടത്തുന്നത് കൊണ്ടും നമ്മൾ മുത്തപ്പൻ അവർക്കറിയാം. അതിൻ്റെ ഭാരവാഹികൾ അവർ തന്നെ നമ്മളെ കൊണ്ടുപോയി മുത്തപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി മുത്തപ്പനോട് പറയുകയും ചെയ്യും. ഇവർക്ക് പൂജ നടത്തിയവരാണ്, ഇവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് മുത്തപ്പനോട് പറയുമ്പോൾ മുത്തപ്പൻ വലിയ തെയ്യമാണ് കെട്ടുന്നതെങ്കിലും മുത്തപ്പൻ അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് നമ്മളോട് നമ്മുടെ കൈ പിടിച്ചിട്ട് നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം മുത്തപ്പൻ തരും. നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം സ്വയം മനസ്സിലാക്കി നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും അന്തിമമായ ഒരു സമാധാനം മുത്തപ്പൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന ഒരു സമാധാനത്തോടെ നമ്മളെ അനുഗ്രഹിച്ച്, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് മുത്തപ്പൻ നമ്മളെ പറഞ്ഞു വിടും. അതിനുശേഷം നമുക്ക് വെളിയിൽ വന്നിട്ട് നമ്മൾക്ക് അന്നദാനമുണ്ട്. അവിടെ ഭയങ്കര ലൈനായിരുന്നു. ഞങ്ങൾ അന്നദാനം കഴിച്ചില്ല. അവിടെ ഭയങ്കര ലൈനായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ പോന്നു. അങ്ങനെ നമുക്ക് രാവിലെയും വൈകിട്ടും പോയി മുത്തപ്പനെ കണ്ട് തൊഴാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. പിന്നെ ചെല്ലുന്നവർക്ക് അവിടെ താമസിക്കാം. അവിടെ തന്നെ അമ്പലത്തിൽ താമസിക്കുന്നവരുണ്ട്. മേളിലത്തിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവർ. അവിടെ നല്ല ശുചിത്വ മുറികളും കുളിമുറികളും എല്ലാം അവിടെ തന്നെയുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയ മുത്തപ്പനെ
തീർച്ചയായും നിങ്ങളും പോയി കണ്ടു വണങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു വട്ടമെങ്കിലും മുത്തപ്പനെ കാണണം. ഞാൻ പലവട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യമാണ് ഞാൻ എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ വന്ന കഥകൾ ഈ വീഡിയോയിൽ ഞാൻ പല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാലും ഒരു വട്ടം കൂടി മുത്തപ്പനെ പോയി കാണണമെന്നുള്ള ആഗ്രഹം വന്നതുകൊണ്ടാണ് രാജരാജേശ്വരി ടെമ്പിളിലും അങ്ങനെ പല ടെമ്പിളിലും പോയതിന് ശേഷം ഞങ്ങൾ മുത്തപ്പനെയും കണ്ടു വണങ്ങി തിരിച്ചു വന്നത്. എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ, ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ. കുന്നും മലയും കയറിയിറങ്ങി ഞങ്ങൾ വരുന്നേ മുത്തപ്പ, ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ. പാർവതി പോറ്റിയ മുത്തല്ലേ ഞങ്ങൾക്കീശ്വരനായില്ലേ, പാർവതി പോറ്റിയ മുത്തല്ലേ ഞങ്ങൾക്കീശ്വരനായില്ലേ. ആടിപ്പാടി ഓടി നടന്ന് ഇല്ലം വെടിഞ്ഞ പൊന്നുണ്ണി, ഇല്ലം വെടിഞ്ഞ പൊന്നുണ്ണി. ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ, ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ. തിരുനെറ്റിക്കല്ലിൻ മുത്തേ തിരുവരമരുളാൻ വൈകരുതേ, തിരുനെറ്റിക്കല്ലിൻ മുത്തേ തിരുവരമരുളാൻ വൈകരുതേ. മായാമോഹം കൊണ്ടുവലഞ്ഞ് പാടിക്കുറ്റിക്കോമനയെ, പാടിക്കുറ്റിക്കോമനയെ. ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ, ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ. ഞങ്ങൾക്കുണ്ടൊരു മുത്തപ്പൻ അലിവിന്നൊലിവാ മുത്തപ്പൻ, ഞങ്ങൾക്കുണ്ടൊരു മുത്തപ്പൻ അലിവിന്നൊലിവാ മുത്തപ്പൻ. നൊന്തു വിളിച്ചാൽ അടുത്തു വന്ന് തഴുകിയുറക്കും മുത്തപ്പൻ, തഴുകിയുറക്കും മുത്തപ്പൻ. ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ, ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ. മലയനു തണലായി മുത്തപ്പൻ, മലയനു മഴയായി മുത്തപ്പൻ, മലയനു തണലായി മുത്തപ്പൻ, മലയനു മഴയായി മുത്തപ്പൻ. മാനത്തുള്ളോരമ്പിളി പോലെ മനസ്സിലെന്നും മുത്തപ്പൻ, മനസ്സിലെന്നും മുത്തപ്പൻ. ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ, ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ. കുന്നും മലയും കയറിയിറങ്ങി ഞങ്ങൾ വരുന്നേ മുത്തപ്പ, ദേഹബലം താ മുത്തപ്പ, പാദബലം താ മുത്തപ്പ. ശരണം ശരണം മുത്തപ്പോ ശരണം എന്നും മുത്തപ്പൻ, ശരണം ശരണം മുത്തപ്പോ ശരണം എന്നും മുത്തപ്പൻ.